ഹലോ, ആരിസ് കുക്കിംഗ് മേളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിപ്പ് മുരിങ്ങക്കായും വെച്ചുകൊണ്ട് നല്ലൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണ്ടേന്ന് നോക്കാം. ഞാനിതേ ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ആ പരിപ്പൊന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാനൊരു തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി പരിപ്പൊന്ന് വെന്തോ എന്ന് നമുക്കൊന്ന് അടപ്പ് തുറന്നൊന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പരിപ്പ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഈ മുരിങ്ങക്കായ വേകുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് എങ്ങനെ തയ്യാറാക്കണ്ടേന്ന് നോക്കാം കേട്ടോ. അതിന് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഫൈനായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി അരച്ചെടുത്തിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കറിക്കുള്ള കടുക് തളിച്ചെടുക്കാം. അതിനെ ഒരു പാനിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പരിപ്പും മുരിങ്ങക്കായും ചേർത്തുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. ഇടയ്ക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.